അവളുടെ കണ്ണുകൾ ചുറ്റുപാടും അലഞ്ഞു. അവിടെ ഇവിടെയായി കോളേജ് വിദ്യാർത്ഥികൾ ഇരിക്കുന്നുണ്ട്. അവൾ കൂറ്റൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് കാലെടുത്തു വെച്ചു. ചിലർ വിദ്യാർത്ഥികൾ അവളെ ഉറ്റുനോക്കുന്നുണ്ട്. അവൾക്കെന്തോ പരവേശം തോന്നി. ആരെയും വകവയ്ക്കാതെ അവൾ ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. അവൾ എങ്ങനെയൊക്കെയോ ആ കൂറ്റൻ 4 നിലയുള്ള 6 കെട്ടിടങ്ങളിൽ നിന്ന് ഓഫീസ് കണ്ടുപിടിച്ച് പ്രിൻസിപ്പാലിനെ കാണാൻ കയറി. ഹാ പാർവണ, ഇരിക്കൂ. മധ്യവയസ്കനായ പ്രിൻസിപ്പൽ മുഹമ്മദ് അലി അവളെ നിറച്ചിരിയാലെ വരവേറ്റു. അവളും അയാൾക്ക് ചിരി സമ്മാനിച്ച് അയാൾ നേരെ ഓപ്പോസിറ്റായി ഇട്ട 3 ചെയറിൽ ഒന്നിലിരുന്നു. പാർവണ വരുമെന്ന് പറഞ്ഞ് പിള്ള വിളിച്ചായിരുന്നു, അയാൾ വിനയത്തോടെ പറഞ്ഞു. അവൾ തലയാട്ടി. ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത ഫീൽഡാണെന്ന് പിള്ള പറഞ്ഞായിരുന്നു. ദെൻ വൈ യു ചൂസ് ദിസ് കരിയർ? പ്രത്യേകിച്ച് റീസണൊന്നുമില്ല, ജസ്റ്റ് ചെയ്തു നോക്കാമെന്ന് കരുതി, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. എനിവേ ഓൾ ദ ബെസ്റ്റ്. അയാൾ അവൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു സ്വീകരിച്ചു. വരൂ, സ്റ്റാഫ് റൂമിലേക്ക് പോകാം. അയാൾ അവളെ സ്റ്റാഫ് റൂമിലേക്ക് ആനയിച്ചു. അയാൾ സ്റ്റാഫ് റൂമിൽ പ്രവേശിച്ചതും സ്റ്റാഫ്സ് എഴുന്നേറ്റ് ബഹുമാനം പ്രകടിപ്പിച്ചു. അയാൾക്ക് പിന്നിലായി നിൽക്കുന്നവളെ സംശയത്തോടെ നോക്കി. ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് പാർവണ വിശ്വനാഥ്, നമ്മുടെ ബികോം ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ന്യൂ ലെക്ചററാണ്. അയാൾ അവളെല്ലാവർക്കും പരിചയപ്പെടുത്തി. എല്ലാവരും അവളെ സൗഹൃദത്തോടെ നോക്കി ചിരിച്ചു. തിരിച്ച് അവളും. എല്ലാവരെയും പരിചയപ്പെട്ടു വന്നപ്പോഴേക്കും ബെല്ലടിച്ചു. ചിലർക്ക് ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനാൽ സ്റ്റാഫ് റൂം ഏകദേശം ഒഴിഞ്ഞു. അവൾ അവളുടെ ഇരിപ്പിടത്തിലിരുന്നു. വെറുതെ റെഫറൻസ് ബുക്സൊക്കെ എടുത്തു നോക്കി മടുപ്പോടെ അവൾ ഡെസ്കിലേക്ക് തല ചായ്ച്ചു കിടന്നു. ബെല്ലടി ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ഞെട്ടിയുണരുന്നത്. അവൾ ചുറ്റും കണ്ണോടിച്ചു. ഇത്രയും നേരം ശാന്തമായിരുന്ന സ്റ്റാഫ് റൂം തിരക്കു പിടിച്ചതുപോലെ ചില ഒച്ചകൾ കേൾക്കാം. പാർവണ ടീച്ചർക്ക് ക്ലാസ് ടൈം ടേബിൾ കിട്ടിയിട്ടില്ലല്ലേ? ക്ലാസ്സിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ജിത ടീച്ചർ ചോദിച്ചു. കിട്ടിയിരുന്നു, 3ാമത്തെ പീരിയഡ് മുതലേ ക്ലാസ് ഉള്ളൂ, പാർവണ വ്യക്തമാക്കി. ജിത ടീച്ചർ മൂളിക്കൊണ്ട് ക്ലാസ്സിലേക്ക് വലിഞ്ഞു. എന്നാൽ വാതിലിനടുത്ത് ആരെയോ കണ്ടപ്പോൾ അവർ സംസാരിച്ചു നിന്നു. അവൾ ആരാണെന്ന് കാണാൻ വേണ്ടി അവരിൽ മിഴിനട്ടു. ജിത ടീച്ചറുടെ മറവിൽ ആരാണെന്ന് അവൾക്ക് വ്യക്തമായില്ല. ശബ്ദം കേട്ടപ്പോൾ പുരുഷനാണെന്ന് മാത്രം മനസ്സിലായി. അവൾ അവരെ കാതോർത്തിരുന്നു. അവൾ ആരാണെന്ന് കാണാൻ വേണ്ടി അവരിൽ മിഴിനട്ടു. ജിത ടീച്ചറുടെ മറവിൽ ആരാണെന്ന് അവൾക്ക് വ്യക്തമായില്ല. ശബ്ദം കേട്ടപ്പോൾ പുരുഷനാണെന്ന് മാത്രം മനസ്സിലായി. അവൾ അവരെ കാതോർത്തിരുന്നു. ഹാ സർ, ഇന്നും ലേറ്റ് ആയിരുന്നല്ലേ? ജിത ടീച്ചർ. അതെ. ടീച്ചർ ക്ലാസ്സിലേക്കാണോ? സാർ പേടിക്കണ്ട, കൂടുണ്ട്, പുതിയൊരു ലെക്ചർ വന്നിട്ടുണ്ട്. ജിത ടീച്ചർ. അതെയോ? അതിനിവിടെ ഒഴിവ് പോസ്റ്റൊന്നുമില്ലല്ലോ. അയാളുടെ അതിശയം നിറഞ്ഞ ശബ്ദം. അതൊന്നും എനിക്കറിയാൻ പാടില്ല, ഞാൻ പോകട്ടെ. ജിത ടീച്ചർ തീയോടെ അയാളെ മറികടന്നുപോയി. അവൾക്കിപ്പോൾ അവന്റെ മുഖം വ്യക്തമായി കാണാം. ഒതുങ്ങിയ താടിയും മീശയും, അതിനിടയിലെ വയലറ്റ് ചുണ്ടുകൾ, ചെറിയ പരന്ന നാസിക, ഉണ്ട കണ്ണുകൾക്കുമീതെ സ്പെക്സ്, നെറ്റിയിൽ വരച്ച ചന്ദനവും. അവൾ കൗതുകമാർന്ന മിഴികളോടെ നോക്കി. അവളുടെ നോട്ടം അവനിലാണെന്ന് മനസ്സിലാക്കിയതും അവൻ അവൾക്ക് നേരെ മന്ദഹാസത്തോടെ നോക്കി. തിരികെ അവളും ചിരിച്ചു. പുതിയ ആളാണല്ലേ? അയാൾ അവൾക്കടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കെ ചോദിച്ചു. അവൾ ചിരിയോടെ തലയാട്ടി. ഞാൻ സന്ദീപ്, ഇവിടുത്തെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെയാ. ഇയാളോ? അവൻ അവൾക്ക് നേരെ കൈകൾ നീട്ടി ഹൃദ്യമായി ചോദിച്ചു. ഞാൻ ബികോം. അയാൾ അവളെ ചുഴിഞ്ഞു നോക്കി. സോറി, ഡിപ്പാർട്ട്മെന്റ് ബികോം, പേര് പാർവണ, അവൾ ലജ്ജയോടെ പറഞ്ഞു. അവൻ ചിരിച്ചു. ക്യാമ്പസ് സെലക്ഷൻ വഴി കിട്ടിയതാണോ സന്ദീപ്? അവൾ അല്ലെന്ന് തലയാട്ടി. എന്നാൽ എനിക്കങ്ങനെ കിട്ടിയതാണ്. ഞാൻ മഹാരാജാസിലായിരുന്നു. ഇയാളോ? ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അവൻ തലയാട്ടി. അവൾ അങ്ങോട്ട് ഇനി എന്ത് സംസാരിക്കണമെന്നറിയാതെ ഉഴറിയിരുന്നു. വീട്? ആലോചനയുടെ ഒടുവിൽ അവൾ ജാളിതയോടെ ചോദിച്ചു. വീട് ട്രിവാൻഡ്രം. ഇയാളുടെ? ഇവിടെ അടുത്ത് തന്നെയാ. അടുത്തെന്ന് വെച്ചാൽ? സന്ദീപ് കോളേജ് കഴിഞ്ഞ് തൊട്ടടുത്ത കവലയുടെ അടുത്ത്. അവൻ മൂളി. അവർക്കിടയിൽ ചെറിയ രീതിയിൽ സൗഹൃദം നാമ്പെടുത്തു. ഇന്റർവെൽ കഴിഞ്ഞ് പാർവണ അവൾക്ക് പീരിയഡുള്ള ക്ലാസ്സിലേക്ക് പോയി. 2 മണിക്കൂർ തുടർച്ചയായി ക്ലാസ് എടുത്തതിന്റെ ക്ഷീണം അവൾ ആ പീരിയഡുകൾ കഴിഞ്ഞുള്ള ലഞ്ചിൻ വീട്ടി. അവൾ അധികം ആരോടും കൂട്ടായിരുന്നില്ല. ഇന്റർവെൽ കഴിഞ്ഞ് പാർവണ അവൾക്ക് പീരിയഡുള്ള ക്ലാസ്സിലേക്ക് പോയി. 2 മണിക്കൂർ തുടർച്ചയായി ക്ലാസ് എടുത്തതിന്റെ ക്ഷീണം അവൾ ആ പീരിയഡുകൾ കഴിഞ്ഞുള്ള ലഞ്ചിൻ വീട്ടി. അവൾ അധികം ആരോടും കൂട്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് വീണ്ടും ചിലർ പരിചയപ്പെടാനും സൗഹൃദം സ്ഥാപിക്കാനും വന്നു. കേട്ടോ, വരുന്ന തിങ്കൾ നമ്മുടെ സുധീപ് സാറിന്റെ കല്യാണം. ജിത ടീച്ചർ എല്ലാവരോടുമായി പറഞ്ഞു. നിങ്ങളെയൊക്കെ വിളിച്ചായിരുന്നോ? സന്ദീപ്. ഇല്ലടോ ജിത ടീച്ചർ. പാർവണ പുറത്തേക്കവർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. പിന്നെ അവൾ ഡെസ്കിലേക്ക് തല ചായ്ച്ചു കിടന്നു.
പാർവണ ടീച്ചറെ, മുഹമ്മദ് അലി സാർ വിളിക്കുന്നുണ്ട്. പ്യൂൺ ഗോപാലൻ അവളുടെ ഇരിപ്പിടത്തിന് മുന്നിൽ വന്നു പറഞ്ഞു. അവൾ ഞെട്ടി തലയുയർത്തി. ബെൻ, പ്രിൻസിപ്പൽ വിളിക്കുന്നുണ്ട് ഗോപാലൻ വീണ്ടും ആവർത്തിച്ചു. അവൾ മൂളിക്കൊണ്ട് എഴുന്നേറ്റു. അയാൾക്കൊപ്പം നടന്നു. അല്പനേരം കഴിഞ്ഞ് അവൾ വീണ്ടും സ്റ്റാഫ് റൂമിലേക്ക് കയറി വന്നു. അവളുടെ ഡെസ്കിൽ നിരത്തിവെച്ച റെഫറൻസ് പുസ്തകങ്ങൾ ബാഗിലേക്കിട്ടു. പോകുവാണോ? അവളുടെ പ്രവർത്തികൾ വീക്ഷിച്ചുകൊണ്ട് സന്ദീപ് ചോദിച്ചു. എന്തുപറ്റി? ജിത ടീച്ചറായിരുന്നു ചോദ്യമുന്നയിച്ചത്. ഒന്നുമില്ല ടീച്ചറെ, അച്ഛൻ വന്നിട്ടുണ്ട്. അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് ബാഗ് തോളിലിട്ടു. നാളെ കാണാം ജിത ടീച്ചർ. അവൾ അവർക്ക് മറുപടി ചിരിയാലെ ഒതുക്കി നടന്നകന്നു. ആരോടും വല്ലാതെ അടുക്കുന്ന പ്രകൃതമല്ലെന്ന് തോന്നുന്നു ജിത ടീച്ചർ. എനിക്കും തോന്നി. സന്ദീപ് അവരോട് ശരിവെച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ആരോടും വല്ലാതെ അടുക്കാതെ എന്നാൽ അത്യാവശ്യം എല്ലാവരോടും സംസാരിക്കുന്ന പ്രകൃതമാണ് പാർവണ എന്നെല്ലാവർക്കും മനസ്സിലായി. നാളെ സുധീപ് സാറിന്റെ മാരേജിന് എല്ലാവരും വരില്ലേ? പ്യൂൺ ഗോപാലൻ സ്റ്റാഫ് റൂമിലേക്ക് വന്നു ചോദിച്ചു. സ്റ്റാഫസ് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. പാർവണ ടീച്ചർക്ക് സുധീപ് സാറിനെ അറിയാൻ വഴിയില്ല. ഇവിടത്തെ ലെക്ചറാണ് ടീച്ചർ. വന്ന ദിവസത്തിന് പിറ്റേന്നാണ് സാർ ലീവ് എടുത്തത്. ഗോപാലൻ പറയുന്നത് കേട്ട് അയാളുടെ മുഖത്തേക്ക് നോക്കുന്ന പാർവണയോട് ജിത ടീച്ചർ പറഞ്ഞു. പാർവണ തിളക്കമില്ലാത്ത പുഞ്ചിരി സമ്മാനിച്ചു. കല്യാണ ചർച്ചകൾ തകർത്തു നടക്കുന്ന സ്റ്റാഫ് റൂമിൽ ഒറ്റയാനായി പുറത്തെ വിദൂരതയിലേക്ക് ശൂന്യമായ കണ്ണുകളോടെ പാർവണ നോക്കിയിരുന്നു. അവളെ വല്ലാതെ അലോസരപ്പെടുത്തി. അതിവേഗത്തിൽ കടന്നുപോയ ശനിയും ഞായറും കണ്ണാടിക്കു മുന്നിൽ തന്റെ പ്രതിബിംബത്തെ തുരിച്ചു നോക്കി ഓർക്കവേ പാർവണയുടെ കണ്ണിൽ നിന്നും ഒരിറ്റടർന്നു വീണു. ഒന്നുകൂടെ പ്രതിബിംബത്തിലേക്ക് നോക്കി. കരിമഷി പടർത്തിയ മിഴികളിൽ തളം കെട്ടിയ വിരഹത്തിലേക്കും കയ്യിലെ മഞ്ഞ കുപ്പിവളയിലേക്കും കാതിൽ തൂങ്ങി നിൽക്കുന്ന ജുംകയിലേക്കും ചെറിയ രീതിയിൽ ചുവപ്പിച്ച ചുണ്ടുകളിൽ തെളിഞ്ഞ വേദന നിറഞ്ഞ ചിരി, തിളങ്ങുന്ന മഞ്ഞ പൊട്ട്, ഒഴുക്കൻ മഞ്ഞ സാരിയിൽ കുളിച്ചു നിൽക്കുന്ന ശരീരം. അവൾ അസംതൃപ്തിയോടെ നോക്കി. പാറു. റൂമിന് പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദത്തത്തിൽ അവൾ ഉണർന്നു. ദാ വരുന്നു വിളിച്ചു പറഞ്ഞവൾ മുറിയുടെ വാതിൽ തുറന്നു. പുറത്തു നിൽക്കുന്നവളുടെ കണ്ണുകൾ പാറുവണയെ കണ്ടതും വിടർന്നു. വാവ്, പാറു, ലുക്കിംഗ് ഗോർജിയസ്. തെളിച്ചമില്ലാത്ത പുഞ്ചിരി നൽകിയവൾ നടന്നു. അല്ലി, നമുക്ക് ഒരുമിച്ച് പോകാം അച്ഛന്റെ കാറിൽ. പാറുവണ തിരിഞ്ഞു നിന്നു. ശരിക്കും എന്നെ കാണാൻ ഭംഗിയില്ലേ? അവൾ തിരിഞ്ഞുനിന്ന് ഉറപ്പുവരുത്താനായി മറ്റവളുടെ മുഖത്തേക്ക് നോക്കി. ശരിക്കും നിന്നെ കാണാൻ ഭംഗിയുണ്ടെടി അല്ലി എന്ന വാ പാർവണ അല്ലിയുടെ കൈകൾ പിടിച്ചു വലിച്ചു നടന്നു. സുധീപ് വെറ്റ്സ് കീർത്തന നല്ല ഭംഗിയായി എഴുതിവെച്ചത് വായിക്കുക സന്ദീപിന്റെ ഹൃദയം കുളിർന്നു. അല്ലെങ്കിലും ലവ് മാരേജിനേക്കാൾ ബെറ്റർ അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്, സന്ദീപ് കൂടെ നിൽക്കുന്നയാളോട് പറഞ്ഞു. അതൊക്കെ മാഷിന്റെ തോന്നലാ. ഞാനും എന്റെ വൈഫും ലവ് മാരേജ് ആണല്ലോ, ഇപ്പോഴും ഹാപ്പിയായി ജീവിക്കുന്നു. ആൻഡ് ഞങ്ങൾ ദാമ്പത്യം തുടങ്ങുമ്പോഴേ പരസ്പരം എല്ലാം അറിയാമായിരുന്നു. ഇഷ്ടനിഷ്ടങ്ങൾ. പെട്ടെന്നൊരു ദിവസം ഒരാളുടെ ശരീരം ഭോഗിക്കാൻ എങ്ങനെയാണാവോ അറേഞ്ച്ഡ് മാരേജ് ചെയ്യുന്നവർക്ക് കഴിയുന്നേ? കിരൺ സാർ പറഞ്ഞതിലും കാര്യമുണ്ട്. ലവ് മാരേജ് ആണ് മോർ ബെറ്റർ. ഞാനും എന്റെ വൈഫും ഫസ്റ്റ് നെറ്റിന് മാത്രമല്ല, ജീവിതം പകുതിയോളം ജീവിച്ചു കഴിഞ്ഞിട്ടും ഒന്നും ശരിയാവാതെ ഡിവോഴ്സ് ആയത്. ലവ് മാരേജ് ആണെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെട്ടല്ലേ വിവാഹജീവിതം തുടങ്ങുന്നത്? കിരണിന്റെ പ്രസ്താവന ഉറപ്പിച്ചുകൊണ്ട് അടുത്തയാൾ പറഞ്ഞു. എനിവേ, എനിക്ക് അറേഞ്ച്ഡ് മാരേജിനോടാണ് താൽപ്പര്യം. സന്ദീപ് മുഖം വെട്ടിച്ചുകൊണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു. ഒഴിഞ്ഞ ചെയറിൽ മൂവരും ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജിത ടീച്ചറും ബാക്കിയുള്ളവരും വന്നു. അവരുടെയൊപ്പം കൂടി. കതിർ മണ്ഡപത്തിൽ കസവുമുണ്ടും ഷർട്ടും ധരിച്ച സുധീപും സുധീപിന് തൊട്ടരികെ ചുവന്ന സാരിയിൽ സ്വർണ്ണാഭരണ വിഭൂഷിതയായ കീർത്തനയും നിറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാൻ പാർവണിയും അല്ലിയും ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നത്. പാർവണിയുടെ കണ്ണുകൾ വേദനയാൽ തിളങ്ങി. എന്തോ സംസാരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയ സന്ദീപ് കാണുന്നത് ഒഴുക്കൻ മഞ്ഞ സാരിയിൽ മനോഹരിയായ പാർവണിയെയാണ്. അവന്റെ കണ്ണുകൾ വികസിച്ചു. അവന്റെ കണ്ണുകൾ അവളുടെ കരിമഷി പടർത്തിയ കണ്ണുകളിലേക്ക് ഓടിപ്പാഞ്ഞു. വേദനയിൽ കുതിർന്ന കണ്ണുകൾ ഒരിക്കൽ പോലും കതിർ മണ്ഡപത്തിൽ നിന്നും വഴുതി മാറിയതില്ലെന്നവൻ ശ്രദ്ധിച്ചു. ദേ, പാർവണ ടീച്ചർ. സന്ദീപ് തലചെരിച്ച് കിരണിനെയും ബാക്കിയുള്ളവരെയും നോക്കി പറഞ്ഞു. എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്കൊഴുകി. നല്ല ഭംഗിയുണ്ടല്ലേ ജിത ടീച്ചർ? അതെ, നല്ല ഭംഗിയുണ്ട്. അവളിലേക്ക് കണ്ണുകൾ നിലയുറപ്പിച്ചുകൊണ്ട് സന്ദീപ് പറഞ്ഞു. ഇഷ്ടായോ? കിരൺ കുസൃതിയോടെ ചോദിച്ചു. ഇഷ്ടായി. അവൻ ഏതോ ലോകത്തെന്ന പോൽ മൊഴിഞ്ഞു. നടക്കുന്നതിനനുസരിച്ച് നൃത്തം ചെയ്യുന്ന ജുംകയും അലസമായി സ്വാതന്ത്ര്യത്തോടെ പാറിക്കളിക്കുന്ന അവളുടെ നീളൻ മുടിയെയും ഒതുക്കിവെച്ച് വെളുത്ത മെലിഞ്ഞ കവിളിൽ കടിക്കാൻ അവൻ അതിയായ ആശ തോന്നി. അവന്റെ ചുടികൾ മനോഹരമായി വിടർന്നു. അതിൽ പ്രണയം കലർന്നുവോ എന്നവൻ സംശയിക്കാതിരുന്നില്ല.
സാറേ, തോളിൽ ശക്തമായി കിട്ടിയ അടിയോടൊപ്പം വന്ന കിരൺ സാറിന്റെ ശബ്ദമാണ് അവനെ അവൾ എന്ന ഉന്മാദത്തിൽ നിന്നും ഉണർത്തിയത്. എന്താ? കണ്ണുകൾ പിടച്ചിലോടെ കിരണിന്റെ മുഖത്തേക്ക് നോക്കി. പതുക്കെയൊക്കെ നോക്കേണ്ടേ സാറേ, ഇങ്ങനെ നോക്കിയാൽ അവർ ഉരുകിപ്പോകും. അവിടം പൊട്ടിച്ചിരികൾ ഉയർന്നു. അത് ഞാൻ ചുമ്മാ, അവൻ തപ്പിത്തടഞ്ഞു. ഹാ, ചുമ്മാ, മനസ്സിലായി ജിത ടീച്ചർ സന്ദീപിനെ കളിയോടെ നോക്കി. അവൻ ജാല്യതയോടെ ചിരിച്ചു. പാർവണ ടീച്ചറെ. കതിർ മണ്ഡപത്തിലേക്ക് മിഴികൾ ഉറപ്പിച്ച് ഏതോ ലോകത്തെന്ന പോൽ മുന്നോട്ട് നടക്കുന്ന പാർവണിയെ ജിത ടീച്ചർ പിറകിൽ നിന്നും വിളിച്ചു. ബോധം വീണ്ടെടുത്തവൾ തിരിഞ്ഞു നോക്കി. ആദ്യത്തെ അന്താളിപ്പ് മാറിയതോടെ അവൾ അവരെ നോക്കി അലസമായി ചിരിച്ചു. എന്താ ഇവിടെ? ജിത ടീച്ചറുടെ ചോദ്യത്തിൽ അവൾ നെറ്റിച്ചുളിച്ചു. അവൾ കതിർ മണ്ഡപത്തിലേക്ക് നോക്കി വീണ്ടും അവരെ നോക്കി. കല്യാണം, പാർവണ. ഹാ, അതല്ല, മിനിഞ്ഞാന്ന് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല, ജിത ടീച്ചർ ഇളിഞ്ഞു ചിരിയോടെ പറഞ്ഞു. ഹാ, അതല്ല, മിനിഞ്ഞാന്ന് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല, ജിത ടീച്ചർ ഇളിഞ്ഞ ചിരിയോടെ പറഞ്ഞു. ഞാൻ അതിന്റെ കാര്യം വിട്ടുപോയി. അതാ പാർവണ. വാ, ഇവിടെ ഇരിക്കാം. ജിത ടീച്ചർ, ഞാൻ കുറച്ചു കഴിഞ്ഞു വരാം. ഞങ്ങൾ സുദീപിന്റെ ഫാമിലിയെ കണ്ടിട്ട് വരാം പാർവണ. അല്ലി, പാറു അങ്ങോട്ടേക്ക് വാ. എന്താ ഇവിടെ നിൽക്കുന്നേ? പാർവണയുടെയും അല്ലിയുടെയും അടുത്തു വന്ന് ഒരു പെൺകുട്ടി വന്നു പറഞ്ഞതും ജിതയോട് പറഞ്ഞ് അവരിരുവരും ആ പെൺകുട്ടിയോടൊപ്പം പോയി. പാർവണിയെ കണ്ടതും സുദീപിന്റെ മുഖത്തെ ഭാവങ്ങൾ മാറിമറഞ്ഞു. പാർവണ അവനെ വിടർന്ന ചിരിയോടെ നേരിട്ടു. അവൾ ഉത്സാഹത്തോടെ എല്ലാവരോടും സംസാരിച്ചിരുന്നു. അതെല്ലാം അസ്വസ്ഥതയോടെ സുദീപ് നോക്കി. താലികെട്ട് കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചു ഫോട്ടോ എടുത്തു. കോളേജ് സ്റ്റാഫ്മാരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ വിസമ്മതം കാണിച്ച അവളെ പിടിച്ച പിടിയാൽ കൊണ്ടുവന്ന് ജിത ടീച്ചർ സന്ദീപിന്റെയും ജിതയുടെയും നടുവിൽ നിർത്തി. അവളുടെ മുടിയിൽ നിന്നും ഉയർന്നു വരുന്ന മുല്ലപ്പൂവിന്റെ ഗന്ധം അവൻ അവളുടെ സമ്മതം കൂടാതെ ആവോളം ആസ്വദിച്ചു. ചേർന്ന് നിൽക്കൂ, ക്യാമറാമാൻ സന്ദീപിനെ ചൂണ്ടി നിർദ്ദേശിച്ചപ്പോൾ സ്റ്റാഫ്മാരുടെ അടക്കിയുള്ള ചിരിയിൽ അവൻ ലജ്ജയോടെ അവളോട് ഒന്നുകൂടെ ചേർന്ന് നിന്നു. ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് എല്ലാവരും സുദീപിനെയും വധു കീർത്തിനിയെയും വിഷ് ചെയ്ത് ഗിഫ്റ്റും കൊടുത്ത് സ്റ്റേജ് വിട്ടു. ടീച്ചറുടെ റിലേറ്റീവ് ആണോ? സന്ദീപ് അവളുടെ ഒപ്പം ഇറങ്ങി നടന്നുകൊണ്ട് ചോദിച്ചു. അല്ല, അലം കോളേജിൽ സീനിയർ ആയിരുന്നു. സീനിയറായിട്ട് ഇത്ര നല്ല കൂട്ടോ? സന്ദീപ് സംശയത്തോടെ അവളെ നോക്കി. അവൾ മൂളലോടെ മറുപടി ഒതുക്കി. സന്ദീപ് വീണ്ടും അവളോട് സംസാരിച്ചുകൊണ്ട് അവളോട് പറ്റി നിന്നു. കൂടെയുള്ളത് ആരാണ്? അല്ലി, ഫ്രണ്ടാണ് പാർവണ. ഓ, എന്നാ ശരി, ഞാൻ പോകുവാണ്. നാളെ കാണാം സന്ദീപ്. മറുപടിയായവൾ എപ്പോഴത്തെയും പോലെ അലസമായി ചിരിച്ചു. അവളും അല്ലിയും അവനിൽ നിന്നും അകന്നു പോകുന്നത് തെല്ലൊരു കൗതുകത്തോടെ അവൻ നോക്കി നിന്നു. കഴിഞ്ഞോ? കിരൺ മുരടനക്കി സന്ദീപിനോട് ചോദിച്ചു. സന്ദീപ് കപടദേഷ്യത്തിൽ മൂളി. അറേഞ്ച്ഡ് മാരേജ് ഇസ് ബെറ്റർ. താൻ ലവ് മാരേജ്. ആരോടെന്നില്ലാതെ കിരൺ മേൽപോട്ട് നോക്കി പറഞ്ഞു. അതിന്? സന്ദീപ് പുരികം പൊക്കി. ഏയ്, ഓർമ്മിപ്പിച്ചത് മറന്നു പോവരുതല്ലോ. കിരൺ പറഞ്ഞു തീർന്നത് സന്ദീപ് അവന്റെ വലത് കൈ കിരണിന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് ഞെരുക്കി. അമ്മേ, കൊല്ലല്ലേടാ നാറി. കിരൺ അവനെ ഊക്കോടെ തള്ളി. അവന്റെ കൈകൾ അയഞ്ഞു. അവനൊന്ന് പുറകോട്ട് ആഞ്ഞു. വല്ലാതെ ഊതല്ലേ മോനെ, നിനക്കുള്ളത് ഞാൻ തരാം. സന്ദീപ് ഷർട്ടിന്റെ കൈ മടക്കി കയറ്റി പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. ബുള്ളറ്റിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കിരണിനടുത്തേക്ക് കൊണ്ടുപോയി നിർത്തി. കേറുന്നുണ്ടെങ്കിൽ കയർ. സന്ദീപ് ഗൗഡവം പൂണ്ടു. കിരൺ ചിറികോട്ടി വണ്ടിയിൽ കയറിയിരുന്നു. കിരണിനെ അവന്റെ വീട്ടിലാക്കി സന്ദീപ് അവൻ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് പോയി. ഫ്ളാറ്റിലെത്തിയതും ക്ഷീണത്തോടെ ബെഡിലേക്ക് കിടന്നു. വിരഹം കത്തിജ്വലിക്കുന്ന കരിമഷി പടർത്തിയ കണ്ണുകളും കാറ്റിലൂടെ ഒഴുകിപ്പാറുന്ന നീളൻ മുടികളും അവനെ അലോസരപ്പെടുത്തി. അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. കണ്ണുകൾ ഇറുകെ അടച്ച് മുഖം ചുളുക്കിയവൻ നെറ്റിയിലടിച്ചു. പിന്നീടെന്തോ ആലോചിച്ചെന്ന പോൽ അവൻ ഫോൺ എടുത്ത് അമ്മായെന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്തു. 3-4 റിങ്ങിനുള്ളിൽ ഫോൺ എടുത്തു. ഹലോ മോനെ. ഹാ അമ്മ. കഴിച്ചോ? കഴിച്ചടാ. നീയോ? ഞാനും. കല്യാണമുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അവിടേക്ക് പോയി നന്നായി ഫുഡ് തട്ടി. അവർ ചിരിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവനും ചിരിച്ചു. അമ്മ. അവൻ ആർദ്രതയോടെ വിളിച്ചു. എന്താടാ? ഒന്നുമില്ല അപ്പൂ. എന്താണെന്ന് പറ, അമ്മ കേൾക്കട്ടെ. അവർ മകൻ തന്നോട് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. അതില്ലേ അമ്മോ? ഹാ പറ അപ്പൂ. പാർവണ ടീച്ചറെ എനിക്കൊത്തിരി ഇഷ്ടായി. നിനക്കോ? പ്രേമോ? അതിശയം നിറഞ്ഞ അവരുടെ ശബ്ദം അവനെ ചൊടിപ്പിച്ചു. ആന്നെ, എനിക്ക് പ്രേമം. അമ്മ ഒരു കാര്യം ചെയ്, അവളുടെ വീട്ടിൽ പോയി സംസാരിക്ക്. നമുക്ക് നോക്കാം. അഡ്രസ് പറഞ്ഞതാ. എന്റെയിൽ അഡ്രസ് ഒന്നുമില്ല. ഞാൻ ഗോപലേട്ടുമോട് ചോദിച്ചിട്ട് പറയാം. നിനക്കിനി എന്നാ ലീവ്? ഒറ്റയ്ക്കിരുന്ന് മടുത്തേടാ.
ലീവിന് ഈ മാസം എടുത്താൽ ശരിയാകില്ല, ലോൺ അടക്കാൻ കാശ് വേണ്ടേ, അവർ നിശ്വസിച്ചു. എന്ന് വെക്കട്ടെ, അമ്മ കിടക്കട്ടെ, വല്ലാത്ത ക്ഷീണം, അവർ മൂളി. കോൾ ഡിസ്കണക്ട് ചെയ്തു. അവൻ തലയ്ക്ക് മീതെ കൈകൾ കുറുകെ വെച്ച് കിടന്നു. അവന്റെ മനസ്സിൽ പ്രാരാബ്ധകെട്ടുകൾ നിറഞ്ഞു. മാസവരുമാനം കൂട്ടിയും കിഴിച്ചും അസ്വസ്ഥമായ മനസ്സോടെ കിടന്നു. പാർവണ അല്പം വൈകിയാണ് കോളേജിലെത്തിയത്. രജിസ്റ്ററിൽ ഒപ്പിട്ട് ക്ലാസ്സിലേക്ക് പോയി. തുടർച്ചയായി 2 മണിക്കൂർ ക്ലാസ്സിനു ശേഷം അവൾ സ്റ്റാഫ് റൂമിലേക്ക് വന്ന് അവളുടെ സീറ്റിലിരുന്നു. അപ്പോഴേക്കും ചായ കൊണ്ട് ഗോപലേട്ടൻ വന്നു. എല്ലാവരുടെ സീറ്റിലും ചായ വെച്ചു. അവൾക്ക് നേരെ വെച്ചപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് വാങ്ങി. ജിത ടീച്ചറെ, സന്ദീപ് സാർ എവിടെ? പാർവണിയെ ആളി നോക്കിക്കൊണ്ട് ജിത ടീച്ചറോട് ഗോപാലൻ ചോദിച്ചു. അത് കേട്ടതും കുറച്ച് സാറുമാരും ടീച്ചറുമാരും ജിത ടീച്ചറും അടക്കി ചിരിച്ചു. കുട്ടികളോട് സംസാരിച്ച് ഇങ്ങോട്ട് വരാൻ ലേറ്റാകുന്നതാവും, എന്നിട്ട് ബെല്ലടിച്ചാലുടനെ ചായ മൊത്തിക്കുടിച്ച് ക്ലാസ്സിലേക്ക് പായാലല്ലേ പതിവ്? കിരൺ: അതെ അതെ. ഗോപാലൻ അവരെ ശരിവെച്ച് തിരിഞ്ഞു നടന്നു. അപ്പോഴേക്കും സന്ദീപ് സ്റ്റാഫ് റൂമിന്റെ വാതിലിനവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അവന്റെ മുഖത്ത് തെളിഞ്ഞു നിന്ന സന്തോഷവും ഉണർവും കണ്ട് ഗോപാലൻ കളിയാക്കി ചിരിച്ചു. കണ്ണുകൊണ്ട് അകത്തേക്ക് കാണിച്ചു. സന്ദീപ് ഗോപാലനോട് കുശലം പറഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് കയറി. ആ, എത്തിയല്ലോ. എന്താ പതിവില്ലാതെ ഇത്ര നേരത്തെയുള്ള ആഗമനോദ്ദേശം? കിരൺ പാർവണിയെ ഒളിക്കണ്ണിട്ട് നോക്കി സന്ദീപിനോട് ചോദിച്ചു. ചൂടോടെ ചായ കുടിക്കാമെന്ന് കരുതി. പല്ല് കടിച്ച് കിരണിനെ കലിപ്പോടെ നോക്കി. കിരൺ കണ്ണിറക്കി കാണിച്ചു. സന്ദീപ് പടദേഷ്യത്തോടെ അവന്റെ സീറ്റിനടുത്തേക്ക് പോയി. അവിടെയിരിക്കുന്ന ജിത ടീച്ചറെ കണ്ട് അവന്റെ കണ്ണുകൾ കുറുകി. ജിത ടീച്ചർ എന്താ ഇവിടെ? ഇതെന്റെ സീറ്റല്ലേ? ആയിരുന്നു, ഇപ്പോ എന്റെ. സാർ എന്റെ സീറ്റിലിരുന്നോ? അതല്ലേ, എല്ലാം കൊണ്ടും സൗകര്യം. പൊട്ടിവരുന്ന ചിരിയെ കടിച്ചമർത്തി ജിത ടീച്ചർ പറഞ്ഞു. അവൻ ചുണ്ടിൽ വിരിയുന്ന ചിരിയോടെ ജിത ടീച്ചറോട് കണ്ണുകൾ അടച്ച് നന്ദി പറഞ്ഞ് ജിത ടീച്ചറുടെ സീറ്റിൽ പോയിരുന്നു. അടുത്തിരിക്കുന്ന പാർവണയെ അവൻ ഒളിക്കണ്ണിട്ട് നോക്കി. അവൾ കാര്യമെന്തെന്നറിയാതെ എല്ലാവരെയും നോക്കി. ചായ മൊത്തി മൊത്തി കുടിക്കുകയാണ്. അവനും ഡെസ്കിലുള്ള ചായ എടുത്ത് കുടിച്ചു. ബെല്ലടിച്ചപ്പോൾ സന്ദീപിനെ നോക്കി കിരൺ ഓൾ ദ ബെസ്റ്റ് എന്ന ശബ്ദം പുറത്തു വരാതെ മുഴിഞ്ഞു. അവൻ ആത്മവിശ്വാസത്തോടെ നിശ്വസിച്ചുകൊണ്ട് ചിരിച്ചു.